അതുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് ചുരുങ്ങിപ്പോയാൽ എന്റെ പ്രഭാഷണം ഞാൻ നിർത്തും. മുഹമ്മദ് മുസ്തഫ മഹാനായ പ്രവാചകന്റെ കൂടെ സ്വർഗം കടക്കണം. എനിക്ക് പ്രവാചകന്റെ കൂടെ സ്വർഗം കടക്കണം. എനിക്ക് പ്രവാചകന്റെ സവിധത്തിൽ അടുത്ത് സ്വർഗത്തിൽ ഒരു സീറ്റ് കിട്ടണം എന്നാഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിയേ. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും ഭയങ്കര താല്പര്യം. കൈ ചെറുതായിട്ട്, അടുത്തൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു മൂലയെ മതി എന്നുള്ളവരായിരിക്കും ഇങ്ങനെയൊക്കെ മതി. അൽഹംദുലില്ലാഹ്. കടം വീടണം എന്നാഗ്രഹമുള്ളവർ കൈപൊക്കിയേ. അൽഹംദുലില്ലാഹ്, കടം വീടണം. അതുപോലെ ആരുടെയും ക്ഷുദ്രങ്ങൾ ഏൽക്കരുത്, മനസ്സിനൊരു സുഖമുണ്ടാകണം എന്നാഗ്രഹമുള്ളവർ കൈപൊക്കിയേ. അൽഹംദുലില്ലാഹ്. ഇപ്പൊ പകുതി കൊളസ്ട്രോൾ കുറഞ്ഞാണ്, കാരണം 2 വട്ടം കൈ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിൻ സ്വഹബാക്കൽ സത്യമതത്തിലെ ജേതാക്കൾ റളിയല്ലാഹു അൻഹും സമത്തിലെ ദീപങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ ഏറ്റവും പ്രിയങ്കരനായ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് കരയുകയാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്. സൗബാനിന്റെ കരച്ചിൽ കണ്ടപ്പോൾ, മഹാനായ സൗബാനിന്റെ കരച്ചിൽ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, സൗബാൻ, നീ എന്തിനാണ് എന്റെ മുന്നിൽ വന്നിങ്ങനെ വീങ്ങിപ്പൊട്ടുന്നത്? നീ എന്തിനാണ് കരയുന്നത് സൗബാൻ? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഭവനമല്ല നബിയേ, എൻ്റെ മക്കളല്ല നബിയേ, എൻ്റെ ഭാര്യയല്ല നബിയേ. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ്. നബിയെ, വഴിഞ്ഞൊഴുകുന്ന കനക സൗന്ദര്യത്തിന്റെ പൂനിലാ വെളിച്ചത്തിൽ ഒളിവെട്ടി തിളങ്ങുന്ന പ്രവാചകന്റെ സുന്ദരമായ മുഖം 14-ാം രാവിന്റെ പൗർണമി പോലും യാ സാഹിബൽ ജമാൽ മിൻ വജ്ഹിക്കൽ മുനീർ ലഖദ് നവറൽ ഖമർ, സൗന്ദര്യത്തിന്റെ ഉറവിടമേ, നിങ്ങളുടെ മുഖത്തു നിന്നാണ് ചന്ദ്രൻ പോലും അതിന്റെ പ്രകാശം കട്ടെടുത്തത്, കവർന്നെടുത്തത് എന്ന് ഒരു കവി പാടുമാർ. ജ്വലിക്കുന്ന ചന്ദ്രമുഖവുമായി ലോകത്തു പ്രത്യക്ഷപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു രാത്രിയിൽ നിലാവ് ഒഴുകി വരുന്ന പൗർണമി ചന്ദ്രനെ ഞാൻ ഇങ്ങനെ നോക്കും, എൻ്റെ പ്രവാചകന്റെ മുഖത്തും ഞാൻ നോക്കും. പൗർണമി ചന്ദ്രനിലേക്ക് ഞാൻ നോക്കി, ഞാൻ എൻ്റെ പ്രവാചകന്റെ മുഖത്തും നോക്കി. പക്ഷേ ഏറ്റവും വലിയ സൗന്ദര്യം ചന്ദ്രനല്ല, ഏറ്റവും വലിയ സൗന്ദര്യം, ഏറ്റവും വലിയ പ്രകാശം എൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിനാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മീനാടിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകനോട് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തങ്ങളുടെ മുഖം നോക്കലാണ്, തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ്. നബിയേ, ഞാനങ്ങ് മരിച്ചാൽ
സൗബാനിന്റെ ദുഃഖമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് പുന്നാര നബിയോടൊപ്പം നിങ്ങൾ കൈപൊക്കി, എനിക്ക് സ്വർഗം കടക്കണം, നാളെ പ്രവാചകന്റെ സവിധത്തിൽ എനിക്കൊരു സീറ്റ് കിട്ടണം, നിങ്ങളുടെ മോഹമാണ്. മീനാടുകാരെ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ പ്രവാചകനോട് സൗബാന് പറയുകയാണ്, നബിയേ തങ്ങളങ്ങ് വഫാത്തായി, ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ, സൗബാന് പറയുകയാണ്, ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ നാളെ തങ്ങള് സ്വർഗത്തിലെ വലിയ ഉന്നത പദവിയിലായിരിക്കും. നബിയെ തങ്ങളൊക്കെ നാളെ സ്വർഗത്തിൽ ഉന്നത പദവിയിലായിരിക്കും. ഒരുപക്ഷെ ഈ സൗബാൻ അങ്ങയോടൊപ്പം നിന്ന് നിസ്കരിച്ചതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഈ സൗബാൻ ഒരുപക്ഷെ സ്വർഗം കിട്ടിയേക്കാം. എന്നാലും നബിയെ ഈ സൗബാൻ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും. തങ്ങളുടെ നാലയലത്ത് പോലും അടുത്തു വരാൻ ഈ സൗബാനിന് സാധിക്കില്ലല്ലോ, ഈ സൗബാനിന് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നബിയേ അത് ഓർത്തപ്പോ എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് നബിയേ. എന്നാൽ നബിയേ എനിക്ക് നാളെ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരു സീറ്റ് കിട്ടണം, നബിയേ തങ്ങളുടെ ചാരത്ത് എനിക്ക് ഇരിക്കണം, അതിന് വല്ല വകുപ്പുമുണ്ടോ നബിയേ? അതിന് വല്ല വകുപ്പുമുണ്ടോ പ്രവാചകരെ എന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സൗബാനേ നിനക്ക് നാളെ സ്വർഗത്തിൽ എന്റെ ചാരത്തിരിക്കണം, എന്റെ അടുത്തിരിക്കണം, അതാണല്ലോ നിന്റെ വിഷമം. എന്നാൽ മോനെ പരിഹാരമുണ്ട് കേട്ടോ. എന്തേ പരിഹാരമെന്നറിയുമോ? എന്റെ മേൽ നീ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, നീ എന്റെ മേൽ സ്വലാത്ത് ചൊല്ല്, എന്നാൽ നാളെ നിനക്ക് എന്നോടൊപ്പം സ്വർഗം കടക്കാം. നിനക്ക് എന്നോടൊപ്പം സ്വർഗം കടക്കാം. മാത്രമല്ല സ്വർഗത്തിൽ ഞാൻ ഇരിക്കുന്ന തൊട്ടടുത്ത് തന്നെ നിനക്ക് സീറ്റ് കിട്ടും. അല്ലാഹു ഇപ്പോഴേ നിനക്ക് തരും സൗബാൻ. നീ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. സ്വലാത്ത് കൂടുതൽ ആര് ചൊല്ലുന്നുണ്ടുവോ അവർ നാളെ നബിയോട് കിറബാണെന്നുണ്ടേ. ആരാണ് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നത്? അവർ നാളെ നബിയോട് ഏറ്റവും അടുത്തവരാണ്. നാളെ പ്രവാചകനോട് ഏറ്റവും അടുത്തവൻ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, സൗബാൻ നിന്റെ കടം വീടണമോ, നീ സ്വലാത്ത് ചൊല്ല്. സൗബാൻ നിന്റെ മനസ്സിന്റെ ടെൻഷൻ മാറണോ, നീ സ്വലാത്ത് ചൊല്ല്. സൗബാൻ നിന്റെ മനസ്സിന് തുരുമ്പ് പിടിക്കാതിരിക്കണോ? കമ്പിക്ക് തുരുമ്പ് പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? മനസ്സുകൾക്ക് തുരുമ്പ് പിടിക്കും. മനസ്സിന് തുരുമ്പ് പിടിക്കാതിരിക്കണോ? സൗബാനെ നീ സ്വലാത്ത് ചൊല്ലിക്കോ. അതുകൊണ്ട് മീനാടുകാരെ സ്വലാത്തിനൊരു കുറവും വരുത്തണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ സ്വർഗത്തിൽ പുന്നാര നബിയോടൊപ്പം കടക്കണം, സ്വർഗത്തിൽ പുന്നാര നബിയോടൊപ്പം സീറ്റ് കിട്ടണം. എന്നാൽ സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.